24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടി വേദിയിൽ നിന്ന് ഉമാ തോമസ് MLA താഴേക്ക് വീഴുന്ന നടക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. ഒരാൾക്ക് നടക്കാൻ പോലും സ്ഥലമില്ലാത്ത വേദിയാണ് സ്റ്റേഡിയത്തിൽ സംഘാടകർ ഒരുക്കിയതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ആശുപത്രിയിൽ തുടരുന്ന ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. സംഘാടകരുടെ വീഴ്ച വെളിവാക്കുന്നതാണ് ദൃശ്യം. വേദിയിലേക്ക് കയറി വന്ന MLA ഇരിപ്പിടത്തിൽ ഇരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. തുടർന്ന് നടനും മൃദംഗവിഷൻ രക്ഷാധികാരിയുമായ സിജോയ് വർഗീസിന്റെ ആവശ്യപ്രകാരം ഇരിപ്പിടം മാറുന്നു. മറ്റൊരു ഇരിപ്പിടത്തിലേക്ക് നടക്കുന്നതിനിടെയാണ് കാൽവഴുതി താഴേക്ക് വീണത്. നടന്നു നീങ്ങാനുള്ള സ്ഥലം പോലും വേദിയിലില്ല. അപകടം നടക്കുമ്പോൾ മന്ത്രി സജി ചെറിയാനും ADGP S ശ്രീജിത്തും കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യയും വേദിയിലുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്ന ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടേഴ്സ്. പുള്ളി തന്നെത്താനെ എടുക്കുന്ന റെസ്പിറേഷനിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് എടുക്കുന്നത്. ഇന്നും ഒരു 60 to 70% മാഡം തന്നെത്താനെയാണ് റെസ്പിറേഷൻ എടുക്കുന്നത്. നമ്മളൊരു പ്രഷർ സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. പ്രാർത്ഥനയോടെ ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും കുടുംബത്തിന്റെ നന്ദി. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കൊച്ചിയിൽ തുടരുകയാണ്. 24 കൊച്ചി. കലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയും സംഘാടകരായ മൃദംഗാവിഷന്റെ MDയുമായ നികോഷ് കുമാർ അറസ്റ്റിൽ. പാലാരിവട്ടം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ആൻമരിയ സണ്ണി ചേരുന്നുണ്ട്. ആൻമരിയ, വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകുമല്ലോ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെ പോലീസിനെ തെളിയിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? കൂടുതൽ ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രവിത, ഈ കലൂർ അപകടവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നതിനിടെയാണ് ഇന്ന് നികോഷ് കുമാർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള പുതിയ വാർത്തയും മുന്നോട്ട് വരുന്നത്. കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയാണ് നികോഷ് കുമാർ. പാലാരിവട്ടം പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നികോഷ് കുമാർ ഇന്ന് ഉച്ചയ്ക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരുന്നു. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിലും പല കാര്യങ്ങളിലും അന്വേഷണവും നടക്കുന്നുണ്ടായിരുന്നു. ഈ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാമ്പത്തിക വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസിന് നിരവധിയായിട്ടുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഈ നൃത്താധ്യാപിക ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്നുള്ള ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ്, നികോഷ് കുമാറിന്റെ അറസ്റ്റ് ഇന്ന് പാലാരിവട്ടം പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാളെ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സംഘാടകർക്കെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ മൃദംഗാവിഷന് നേരെ ഉയർന്നു വന്നിരുന്ന ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇവർ നിഷേധിക്കുന്ന ഒരു ഘട്ടവും ഉണ്ടായിരുന്നു. ഈ രീതിയിൽ ഇങ്ങനെയൊരു വാർത്തകൾ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ നികോഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നത്. കലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് കേസിൽ ഒന്നാം പ്രതിയും സംഘാടകരായ മൃദംഗാവിഷൻ MDയുമായ നികോഷ് കുമാർ അറസ്റ്റ്. ക്ഷേത്രത്തിലെ വസ്ത്രധാരണ വിവാദത്തിൽ NSS നിലപാടിനെതിരെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാകേണ്ട പരിഷ്കരണത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞത്. മന്നത്ത് പത്മനാഭന്റെ അഭിപ്രായത്തിന് വിപരീതമായാണ് സുകുമാരൻ നായർ പറയുന്നതെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ക്ഷേത്രാചാര പരിഷ്കരണ വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും ശിവഗിരി മഠത്തെയും G സുകുമാരൻ നായർ തള്ളിയിരുന്നു. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്, മുസ്ലിം സമുദായങ്ങൾക്കുണ്ട്. വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിലാണ് ക്ഷേത്രത്തിലെ വസ്ത്രധാരണ വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും ശിവഗിരി മഠത്തെയും G സുകുമാരൻ നായർ കടന്നാക്രമിച്ചത്. ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെയാകാം. ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമാണെന്നും അത് തിരുത്താനാകില്ലെന്നും G സുകുമാരൻ നായർ. ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാര അനുഷ്ഠാന കർമ്മങ്ങൾക്ക് വിഘ്നം വരാത്ത രീതിയിൽ ഉടുപ്പിട്ടാണേലും ഉടുപ്പിട്ടില്ലേലും പോകാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവർക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നാലെ G സുകുമാരൻ നായർക്ക് മറുപടിയുമായി സ്വാമി സച്ചിദാനന്ദയും രംഗത്തെത്തി. ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാകേണ്ട പരിഷ്കരണത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞതെന്ന് സ്വാമി സച്ചിദാനന്ദ. ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാകേണ്ട ഒരു പരിഷ്കാരത്തെ സംബന്ധിച്ച്
ഞാൻ സംസാരിച്ചു. സുകുമാരൻ നായരുടെ അഭിപ്രായം കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഇവിടെ പ്രവേശിക്കരുത്, ഉടുപ്പ് ഊരിയേ പ്രവേശിക്കാവൂ എന്ന് മന്നം പറഞ്ഞില്ലല്ലോ. അപ്പൊ സുകുമാരൻ നായർ പറയുന്നത് മന്നത്തിന്റെ അഭിപ്രായത്തിന് വിപരീതമായിട്ടാണ്. നാളെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 24 ആലപ്പുഴ. 11 വർഷത്തെ പിണക്കം മറന്ന് പെരുന്നയിലെ NSS വേദിയിലെത്തിയ രമേശ് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. പെരുന്ന മണ്ണിന്റെ സന്തതിയെന്നും NSSന്റെ പുത്രനാണ് എന്നുമാണ് രമേശ് ചെന്നിത്തലയെ G സുകുമാരൻ നായർ വിശേഷിപ്പിച്ചത്. മുറിച്ചു മാറ്റാനാകാത്ത ബന്ധമാണ് NSSുമായി ഉള്ളതെന്നാണ് രമേശ് ചെന്നിത്തലയുടെ വൈകാരിക പ്രസംഗം. വർഷങ്ങൾക്ക് ശേഷം ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്തേക്ക് എത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചത് ഊഷ്മള സ്വീകരണം. താക്കോൽ സ്ഥാന പ്രസ്താവനയുടെ പേരിൽ G സുകുമാരൻ നായരുമായി അകന്ന രമേശ് ചെന്നിത്തല ഇടവേളയ്ക്ക് ശേഷം NSS വേദിയിലെത്തിയത് മന്നൻ ജയന്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി. സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അർഹനായയാൾ രമേശ് ചെന്നിത്തലയെന്ന് അകലം മറന്ന് G സുകുമാരൻ നായരുടെ പ്രസ്താവന. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സന്തതിയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്. വേറൊരു പുത്രൻ അപ്പുറത്തിരിപ്പുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് ഏരിയയിൽ ഇരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ. മന്ത്രി KB ഗണേഷ് കുമാറിനെയും NSSന്റെ പുത്രനെന്നാണ് G സുകുമാരൻ നായർ വിശേഷിപ്പിച്ചത്. നന്ദി പറഞ്ഞായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം. മതനിരപേക്ഷതയുടെ കുലീന ബ്രാൻഡാണ് സുകുമാരൻ നായരെന്ന് രമേശ് ചെന്നിത്തല. മന്നൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനത്തിനുള്ള അവസരം ജീവിതത്തിലെ വലിയ സൗഭാഗ്യം. വൈകാരികമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം. ഞാൻ ഇതെന്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിനുള്ളിലെ പുതിയ ചേരിപ്പോരിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് NSSന്റെ പിന്തുണ. രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റേതും. NSSന്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചതോടെ UDF വീണ്ടും അധികാരത്തിലെത്തിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടായേക്കാം. കോട്ടയത്ത് നിന്ന് അനന്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും പത്രാധിപരുമായ S ജയചന്ദ്രൻ നായർ അന്തരിച്ചു. ബംഗളൂരുവിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 85 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ ശ്രീവരാഹത്ത് നിന്നൊഴുകി തുടങ്ങി മലയാളി ഉള്ളിടത്തെല്ലാം ആസ്വാദകരെ സൃഷ്ടിച്ച സൗമ്യപ്രവാഹം. അതായിരുന്നു S ജയചന്ദ്രൻ നായർ എന്ന വ്യക്തിയും പത്രാധിപരും. കൗമുദി വാരികയുടെ പത്രാധിപരായിരുന്ന K ബാലകൃഷ്ണന്റെ ശിഷ്യനായി പത്രപ്രവർത്തനത്തിലേക്ക് വന്ന ജയചന്ദ്രൻ നായർ പിന്നീട് കലാകൗമുദി വാരികയുടെ പത്രാധിപരായി. മലയാള മാഗസിൻ ജേർണലിസത്തിന്റെ സുവർണകാലമായിരുന്നു അത്. വാരികകളുടെ ഉള്ളടക്കത്തിൽ പല പരീക്ഷണങ്ങൾക്കും തയ്യാറായ ജയചന്ദ്രൻ നായർ മൂല്യങ്ങളെ ബലികഴിച്ചതുമില്ല. ഇന്ന് മലയാളം കൊണ്ടാടുന്ന പല സാഹിത്യ സൃഷ്ടികളും വെളിച്ചം കണ്ടത് ജയചന്ദ്രൻ നായർ പത്രാധിപരായിരുന്ന കലാകൗമുദിലൂടെയാണ്. വലിയ എഴുത്തുകാരുടെ ശ്രദ്ധേയമായ പല രചനകളും ഇക്കൂട്ടത്തിലുണ്ട്. പുതിയ എഴുത്തുകാരെയും പത്രപ്രവർത്തകരെയും പരിചയപ്പെടുന്നവരും ജയചന്ദ്രൻ നായർ പ്രത്യേക താല്പര്യം കാട്ടി. സാഹിത്യ സാംസ്കാരിക രംഗത്തോട് മാത്രമായിരുന്നില്ല ജയചന്ദ്രൻ നായർക്ക് മമത. എണ്ണം പറഞ്ഞ അന്വേഷണാത്മക റിപ്പോർട്ടുകളും അക്കാലത്ത് കലാകൗമുദി പ്രസിദ്ധീകരിച്ചു. 1997 കലാകൗമുദി വിട്ട് സമകാലിക മലയാളം വാരിക തുടങ്ങിയ ജയചന്ദ്രൻ നായർ 2013 വരെ അവിടെ പ്രവർത്തിച്ചു. നല്ലൊരു സിനിമ ആസ്വാദകനും നിരൂപകനുമായിരുന്ന ജയചന്ദ്രൻ നായർ ശ്രദ്ധേയമായ പല ചിത്രങ്ങളുടെയും പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത ചിത്രങ്ങളായ പിറവിയുടെയും സൊമ്മിൻ്റെയും കഥാകൃത്തും നിർമ്മാതാവും ജയചന്ദ്രൻ നായരാണ്. ലോകസാഹിത്യത്തിലെ ശ്രദ്ധേയമായ പുസ്തകങ്ങളെ അവലോകനം ചെയ്തുകൊണ്ടുള്ള രചനകളും ജയചന്ദ്രൻ നായരുടെ പ്രതിഭയെ അടയാളപ്പെടുത്തുന്നു. റോസാദലങ്ങൾ, വെയിൽത്തുണ്ടുകൾ, ഉന്മാദത്തിന്റെ സൂര്യകാന്തികൾ എന്നിവ ശ്രദ്ധേയമായ രചനകളാണ്. എൻ്റെ പ്രദക്ഷിണ വഴികൾ എന്ന ആത്മകഥയ്ക്ക് 2012 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 24 തിരുവനന്തപുരം. ബഹിരാകാശത്ത് വെച്ച് 2 ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ജനുവരി 7 നടക്കും. രാവിലെ 9-നും 10 മണിക്കും ഇടയിലാകും സ്പേസ് ഡോക്കിംഗ് നടക്കുക. ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ISRO ലഭ്യമാക്കുമെന്നാണ് അറിയിപ്പ്. ബംഗളൂരുവിലെ ഇസ്ട്രാക്കിൽ നിന്നാണ് ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത്. ഡിസംബർ 30-ന് PSLV C-60യിലാണ് സ്പാഡെക്സ് ദൗത്യത്തിനായുള്ള ഇരട്ട ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് അയച്ചത്. ദൗത്യം വിജയിച്ചാൽ സ്പേസ് ഡോക്കിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും.
മന്ത്രി പി അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുതെന്ന SDPI പ്രതികരണത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. താനൂരിൽ വിജയിക്കാൻ എല്ലാവരും സഹായിച്ചുവെന്ന വി അബ്ദുറഹ്മാന്റെ മറുപടി SDPI ബന്ധം സമ്മതിക്കുന്നതാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് കുറ്റപ്പെടുത്തി. താനൂരിൽ മതനിരപേക്ഷമായാണ് ജയിച്ചതെന്നാണ് CPIMന്റെ പ്രതികരണം. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വിജയം മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയിലാണെന്ന വിജയരാഘവന്റെ പ്രസ്താവനയെ അനുകൂലിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രി വന്ന വഴി മറക്കരുത് എന്ന SDPI പ്രതികരണം. താനൂരിൽ വി അബ്ദുറഹ്മാന് SDPI പിന്തുണ ലഭിച്ചെന്ന വ്യാഖ്യാനങ്ങൾക്കും ഇതിടയാക്കി. താനൂരിൽ എല്ലാവരുടെയും പിന്തുണ ലഭിച്ചെന്നാണ് വിവാദങ്ങളോട് മന്ത്രിയുടെ പ്രതികരണം. താനൂരിലെ വിജയത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെതിരായി ഉള്ള ഒരു മത്സരത്തിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. താനൂരിലെ വോട്ടർമാർക്കിടയിൽ അവരെ മറന്നുകൊണ്ടുള്ള ഒരു രീതി ഇന്നേ വരെ എടുത്തിട്ടില്ല. ഇനി അത് ആലോചിക്കുന്നില്ല. കാരണം താനൂരിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ മറ്റൊരു സംശയം ആർക്കും വേണ്ട. എന്നാൽ മന്ത്രിയുടെ പ്രതികരണം ഏറ്റുപിടിച്ച മുസ്ലിം യൂത്ത് ലീഗ് SDPI ബന്ധം മന്ത്രി സമ്മതിക്കുകയാണെന്ന് ആരോപിച്ചു. വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് ജയിച്ച് മന്ത്രിയായത് SDPIയുടെ പിന്തുണയോടുകൂടിയാണ് എന്ന് ഞങ്ങൾ മുമ്പ് പലതവണ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ SDPI തന്നെ അക്കാര്യം പരസ്യമായി സമ്മതിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. മന്ത്രി തന്നെ SDPIയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇന്ന് സമ്മതിച്ചത്. അപ്പോൾ CPM ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം. പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ SDPIയുടെ വോട്ട് വാങ്ങിയ മന്ത്രി വി അബ്ദുറഹ്മാനോടുള്ള നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നാൽ SDPI ബന്ധം പൂർണ്ണമായും തള്ളുകയാണ് CPIM. താനൂരിലെ വിജയം മതനിരപേക്ഷമായെന്ന് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. ആ SDPIയുടെ പ്രതികരണത്തെയും ഇവിടെ ഫിറോസിൻ്റെ പ്രതികരണത്തെയും ഒക്കെ തന്നെ ഞങ്ങളത് തള്ളിക്കളിയാണ്. ഒരു മത തീവ്ര സംഘടനകളുടെയും സഹായത്തോടു കൂടിയല്ല അബ്ദുറഹ്മാൻ ജയിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ വോട്ടാണ്, സ്വകാര്യ വോട്ടാണ്. ഏതെങ്കിലും അതിന് അനുഭാവികളോ ആരെങ്കിലുമൊക്കെ അത്തരം സംഘടനകളുടെ അനുഭാവികളോ കുടുംബാംഗങ്ങളോ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടില്ല എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല, പരിശോധിക്കാനും കഴിയില്ലല്ലോ. കോൺഗ്രസിനും UDFനും എതിരെ SDPI ജമാഅത്തെ ഇസ്ലാമി ബന്ധം ആരോപിച്ച CPM രംഗത്തെത്തിയിരുന്നു. ഇതിനിടെയാണ് SDPI ബന്ധം ആരോപിച്ച മന്ത്രി വി അബ്ദുറഹ്മാനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് നിലപാട് ഘടിപ്പിക്കുന്നത്. 24 തിരൂർ. തിരുവനന്തപുരം പള്ളിക്കൽ കാട്ടുപുതുശ്ശേരിയിൽ കാറടിച്ച് കാൽനട യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. തോളൂർ സ്വദേശി സബീന ബീവിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അജീഷ്, എപ്പോഴാണ് ഈ സംഭവം? വൈകിട്ട് 6:30 പള്ളിക്കൽ കല്ലമ്പലം റോഡിൽ തൊളൂർ ജംഗ്ഷന് സമീപമായിരുന്നു ഈ അപകടം ഉണ്ടായത്. ബസ്സിറങ്ങി വീട്ടമ്മയും മകളും വീട്ടിലേക്ക് റോഡിന്റെ വശത്തുകൂടി പോകുമ്പോഴായിരുന്നു നിയന്ത്രണം വിട്ടു വന്ന കാറ് ഇടിച്ചത്. വീടിന് സമീപം വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പക്ഷേ വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കാനായില്ല. തൊളൂർ സ്വദേശി സബീന ബീവി ആണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഇവരുടെ മകൾ അൽഫിയ, അവർക്ക് 16 വയസ്സാണുള്ളത്. ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഈ കാർ ഇടിച്ച കാർ ഒരു റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് ഓടിച്ചത്. സാബു എന്നാണ് അദ്ദേഹത്തിന്റെ പേരും. മറ്റൊരാൾ കൂടി ഈ വാഹനത്തിലുണ്ടായിരുന്നു. അശ്രദ്ധയും അമിത വേഗതയുമാണ് അപകട കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിന് വിമർശനം. പോലീസ് സ്റ്റേഷനിലെത്തുന്ന പൊതുപ്രവർത്തകരോട് പല പോലീസ് ഉദ്യോഗസ്ഥരും മാന്യതയില്ലാതെയാണ് പെരുമാറുന്നത് എന്നാണ് വിമർശനം. ജനങ്ങളുമായി ബന്ധപ്പെടുന്ന സർക്കാർ ഓഫീസുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണമെന്നും ആവശ്യമുയർന്നു. സമ്മേളനം നാളെ സമാപിക്കും. വിവിധ ആവശ്യങ്ങളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയാൽ ഉദ്യോഗസ്ഥരിൽ പലർക്കും പൊതുപ്രവർത്തകരോട് പുച്ഛമാണ്. പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും മാന്യതയില്ലാതെ പെരുമാറുന്നത് പതിവാണെന്നും വിമർശനമുയർന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചില ഉദ്യോഗസ്ഥന്മാർ ഒരു പൊതുപ്രവർത്തകർ ചെല്ലുമ്പോൾ കാര്യമായി മാന്യമായി പെരുമാറുന്നതിന് പകരം അമാന്യമായി പെരുമാറുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. പോലീസ് സ്റ്റേഷനുകളിലും ഇങ്ങനെയുള്ള കറുത്ത വെച്ചുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. മുഖ്യമന്ത്രി തന്നെ പറയുന്നതല്ലേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ ചില ഓഫീസുകളിൽ ഉണ്ടാവും. അത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ സഖാക്കൾ ചർച്ചയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ എത്തുന്ന സാധാരണക്കാരോട് സാങ്കേതികത്വം പറഞ്ഞ് തിരിച്ചയക്കുന്നത് പതിവാണെന്നും 15-ലധികം പ്രതിനിധികൾ വിമർശനവുമായി ഉന്നയിച്ചു. വിജയരാഘവന്റെ മാപ്ര പരാമർശത്തിലും വിമർശനം ഉയർന്നിരുന്നു. 3 ദിവസങ്ങളിലായി താനൂരിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം നാളെ സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യ പ്രശ്നങ്ങളാൽ സ്ഥാനത്ത് നിന്ന് മാറാൻ നിലവിലെ സെക്രട്ടറി EN മോഹൻദാസ് താൽപര്യം അറിയിച്ചിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ VP അനിൽ, E ജയൻ, മുൻ MLA V ശശികുമാർ എന്നിവരുടെ പേരുകളാണ് പുതിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. 24 തിരൂർ.
കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ ഗുരുതര സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അനിൽ അംബാനിയുടെ പൊളിഞ്ഞ കമ്പനിയിൽ KFC നിക്ഷേപിച്ചത് 60 കോടി രൂപയെന്നാണ് ആരോപണം. എന്നാൽ ആരോപണങ്ങൾ ധനമന്ത്രി KN ബാലഗോപാലും മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും തള്ളി. അനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചട്ടങ്ങൾ മറികടന്ന് പണം നിക്ഷേപിച്ചുവെന്നാണ് ആരോപണം. 60 കോടി 80 ലക്ഷം രൂപയാണ് 2018 നിക്ഷേപിച്ചത്. കമ്പനി ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലത്തായിരുന്നു ഇത്. 2019 കമ്പനി അടച്ചുപൂട്ടി. 2018-19, 2019-20 എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ വാർഷിക റിപ്പോർട്ടിൽ ഈ കമ്പനിയുടെ പേര് പോലും പറഞ്ഞില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. 2019 ഈ കമ്പനി പൂട്ടി, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യും. ലിക്വിഡേഷന്റെ ഭാഗമായിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. 7 കോടി 9 ലക്ഷം രൂപ കിട്ടി. റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡുമായി നടത്തിയ ഈ നിക്ഷേപത്തിന്റെ കരാർ രേഖകൾ സർക്കാർ പുറത്തുവിടാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെടുന്നു. കമ്പനി അടച്ചുപൂട്ടിയതിന് പിന്നാലെ 7 കോടി 9 ലക്ഷം രൂപ തിരികെ ലഭിച്ചു. പലിശ അടക്കം കിട്ടേണ്ട 101 കോടി രൂപ നഷ്ടപ്പെട്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആരോപണം. പ്രതിപക്ഷ നേതാവ് തന്നെ ആരോപണം തെളിയിക്കട്ടെ എന്നാണ് അന്ന് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ മറുപടി. 17% ക്യാപിറ്റൽ അഡ്വക്കസി ഉണ്ടാവുക, 12,000 കോടി രൂപ നിക്ഷേപമായിട്ടുണ്ടാവുക, AA ക്രെഡിറ്റ് റേറ്റിംഗ് പ്ലസ് ഉണ്ടാവുക. അങ്ങനൊരു കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നത് എങ്ങനെയാണ് അഴിമതിയായിട്ട് മാറുന്നത്? നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിക്ഷേപം നടത്തിയതെന്നും നഷ്ടപരിഹാരത്തിന് നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും KN ബാലഗോപാൽ. അതിനകത്ത് അന്നത്തെ നിക്ഷേപത്തിൻ്റെ നിയമം അനുസരിച്ച് എല്ലാ നിയമവും പാലിച്ചുകൊണ്ടാണ് KFC ആ കാര്യം ചെയ്തതെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. ആ നിക്ഷേപത്തിനകത്ത് ചില കമ്പനികളിൽ ബിസിനസ് നിക്ഷേപങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും ലാഭവും വരാം. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തു എന്നാണ് എൻ്റെ ധാരണ. ചെറുകിട നിക്ഷേപകരെ സഹായിക്കാൻ ആരംഭിച്ച KFCയെ സംബന്ധിച്ച ആരോപണത്തിന് വരും ദിവസങ്ങളിൽ സർക്കാർ മറുപടി പറയേണ്ടി വരും. 24 തിരുവനന്തപുരം. യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ഇടപെടാൻ തയ്യാറെന്ന് ഇറാൻ. സാധ്യമായതെല്ലാം ചെയ്യാൻ തയ്യാറെന്ന് വിദേശകാര്യ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഇറാൻ വിദേശകാര്യ ഉപമന്ത്രി ഡോക്ടർ തഖത്ത് റവഞ്ചിയുടെ ഇന്ത്യൻ സന്ദർശനത്തിനിടെയാണ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് ഇറാന്റെ പ്രതികരണം. മാനുഷിക പരിഗണന മുൻനിർത്തി തങ്ങളാൽ കഴിയുന്നതെന്തും ചെയ്യാൻ തയ്യാറാണെന്നായിരുന്നു ഇറാന്റെ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ അറിയിച്ചത്. ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനത്തിനിടെയാണ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റാഷദ് അൽ അലിമി അനുമതി നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹ്ദിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കും. ഇതുവരെയും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി നടത്തിയ ചർച്ചകൾ ഫലം കണ്ടിട്ടില്ല. 2017 കേസിനാസ്പദമായ സംഭവം നടന്നത്. 24 ഡൽഹി. കണ്ണൂർ വളക്കയ്യൽ സ്കൂൾ ബസ് മറിഞ്ഞ് മരിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥി നേദ്യ രാജേഷിന് കണ്ണീരോടെ വിട നൽകിയ നാട്. നാട്ടുകാരും സഹപാഠികളും രക്ഷിതാക്കളും അടക്കം 100 കണക്കിന് പേരാണ് നേദ്യയെ അവസാനമായി കാണാനെത്തിയത്. സ്കൂൾ ബസ് ഡ്രൈവർ നിസാമുദ്ദീനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. സ്കൂളിലെ പുതുവത്സരാഘോഷം കഴിഞ്ഞ് അനുജത്തിക്ക് ഒരു കഷ്ണം കേക്കുമായാണ് നേദ്യ ഇന്നലെ വീട്ടിലേക്ക് പോയത്. കളിച്ച് രസിച്ച അതേ സ്കൂൾ ഹാളിലേക്ക് ചേതനയേറ്റ ശരീരമായി മടങ്ങി വരവ്. നടുക്കം മാറാതെ കൂട്ടുകാരും അധ്യാപകരും നേദ്യയെ കാണാനെത്തി. നമ്മുടെ മക്കളെ പറ്റി പറയാം. നമുക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്. ഉച്ചയ്ക്ക് 2 മണിയോടെ കുറുമാത്തൂർ പൊതുശ്മശാനത്തിൽ സംസ്കാരം നടന്നു. അതേസമയം അശ്രദ്ധമായി വാഹനമോടിച്ചതാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബ്രേക്ക് പൊട്ടിയതാണെന്ന ഡ്രൈവർ നിസാമുദ്ദീന്റെ വാദം മോട്ടോർ വാഹന വകുപ്പ് തള്ളി. ബസ്സിന് യാതൊരു സാങ്കേതിക തകരാറുമില്ലെന്നാണ് പരിശോധനയിലെ കണ്ടെത്തൽ. അപകടമുണ്ടായ അതേ സമയത്ത് നിസാമുദ്ദീൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നുവെന്നതിൽ വ്യക്തതക്കായി മോട്ടോർ വാഹന വകുപ്പ് സൈബർ സെല്ലിനോട് വിവരം തേടിയിട്ടുണ്ട്. നിസാമുദ്ദീനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. 24 കണ്ണൂർ.
സംസ്ഥാനത്തിന്റെ പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ അധികാരമേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. I, Rajendra Vishwanath Arlekar, do swear in the name of God that I will faithfully execute the office of Governor of Kerala and will, to the best of my ability, preserve, protect and defend the Constitution of India and the law, and that I will devote myself to the service and well-being of the people of Kerala. കേരളത്തിന്റെ 23ാമത് ഗവർണറായിട്ടാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പത്നി അനഘ അർലേക്കറിനൊപ്പം കേരളീയ വേഷം ധരിച്ചാണ് രാജേന്ദ്ര അർലേക്കർ സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ രാഷ്ട്രപതിയുടെ നിയമന ഉത്തരവ് വായിച്ചു. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രി അടക്കമുള്ളവർ പുതിയ ഗവർണറെ അനുമോദിച്ചു. മന്ത്രിമാരെയും സ്പീക്കറെയും മുഖ്യമന്ത്രി ഗവർണർക്ക് പരിചയപ്പെടുത്തി. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഗവർണർക്ക് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിലുള്ളപ്പോൾ ഉണ്ടായ സംഘർഷങ്ങൾ കണക്കിലെടുക്കാതെ പുതിയ ഗവർണറോട് മുൻവിധിയില്ലാത്ത സമീപനം സ്വീകരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി സർക്കാർ. പുനരധിവാസ പദ്ധതി പ്രഖ്യാപനത്തിന് പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജൻ വയനാട്ടിലെത്തി പുനരധിവാസ നടപടികൾ വിലയിരുത്തി. പുനരധിവസിപ്പിക്കേണ്ടവരുടെ വിവരങ്ങൾ ഈ മാസവും അടുത്ത മാസവുമായി പ്രസിദ്ധീകരിക്കും. 2 ഇടങ്ങളിൽ ഭൂമിയുടെ അളവിലെ വിവേചനമെന്ന പരാതി പരിഗണിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ നടപടികൾക്ക് വേഗം വയ്ക്കുകയാണ്. ഇന്നലെ പാക്കേജ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കൽപ്പറ്റയിലെത്തി ഉദ്യോഗസ്ഥല യോഗം ചേർന്നു. കിഫ്കോൺ, ഊരാളുങ്കൽ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. 10 സെന്റ് 5 സെന്റ് വിവേചനം സംബന്ധിച്ച പരാതിയിൽ ദുരന്തബാധിതരുടെ ആശങ്ക മാറ്റും. പുനരധിവാസവുമായി വന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു ഇടവേളയും ഉണ്ടായിട്ടില്ല. ഇന്നലെ അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ മാർഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഫ്രെയിം വർക്കായിട്ടുണ്ട്. ഇനി ആ ഫ്രെയിം വർക്കിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകേണ്ടതും കാണേണ്ടതും മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുമായിട്ടുള്ള ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് തുടർന്നുള്ള പ്രശ്നം. ഒരു തീരുമാനവും ഇരുമ്പുലയ്ക്കല്ല, ഇതെല്ലാം ഒരു ഫ്രെയിം വർക്കാണ്. ഭൂമിയിലേക്ക് കിടക്കുമ്പോഴാണ് ഇതിൻ്റെ കൃത്യത വരുത്താൻ വേണ്ടി കഴിയുക. അപ്പോൾ ആ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകും. ആദ്യഘട്ട ഗുണഭോക്തൃ പട്ടിക ജനുവരി 15-നും 2ാം ഘട്ടം ഫെബ്രുവരി 10-നും പ്രസിദ്ധീകരിക്കും. പുനരധിവാസത്തിന് IAS റാങ്കിലുള്ള സ്പെഷ്യൽ ഓഫീസറെ നാളെ തന്നെ നിയമിക്കും. എൽസ്റ്റൺ, നെടുമ്പാല എസ്റ്റേറ്റുകളിൽ വിവിധ തരത്തിലുള്ള സർവേകളുടെ പൂർത്തീകരണം 20 ദിവസത്തിനകം സാധ്യമാക്കും. ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ദുരന്തബാധിതരുടെ അതിജീവനത്തിനായി പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും കെ രാജൻ വ്യക്തമാക്കി. എൽസ്റ്റൺ എസ്റ്റേറ്റിലും നെടുമ്പാല എസ്റ്റേറ്റിലും മന്ത്രി സന്ദർശനം നടത്തി. 24 വയനാട്. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻസിന്റെ CEO മുഹമ്മദ് ഷുഹൈബിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ക്രൈംബ്രാഞ്ച്. 2 ബാങ്കുകളിലെ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോഴിക്കോട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കും. SBI, കനറ ബാങ്ക് എന്നിവിടങ്ങളിലെ മുഹമ്മദ് ഷുഹൈബിന്റെ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. ഈ അക്കൗണ്ടുകളിലെ പണമിടപാടുകളുടെ വിശദാംശങ്ങളും ക്രൈംബ്രാഞ്ച് ശേഖരിക്കുന്നുണ്ട്. 2 തവണ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടും മുഹമ്മദ് ഷുഹൈബ് ഹാജരായിരുന്നില്ല. യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻസിലെ 2 അധ്യാപകർക്ക് ചോദ്യം ചെയ്യാൻ 3 തവണ നോട്ടീസ് നൽകിയിട്ട് ഇവരും ഹാജരായിരുന്നില്ല. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരും മുഹമ്മദ് ഷുഹൈബും ഒളിവിലാണ്. അതേസമയം കോഴിക്കോട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നാളെ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. ഗൂഢാലോചന കുറ്റം ചുമത്തിയതിൽ അഡീഷണൽ റിപ്പോർട്ട് നൽകാൻ കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിച്ചേക്കും. 24 കോഴിക്കോട്. നിരാഹാര സമരം തുടരുന്ന കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം നടപ്പാക്കാത്ത പഞ്ചാബ് സർക്കാരിന്റെ നടപടിയിൽ കടുത്ത അതൃപ്തിയുമായി സുപ്രീംകോടതി. സമരം അവസാനിപ്പിക്കാൻ കോടതി സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് വരുത്തി തീർക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതായി സുപ്രീംകോടതി വിമർശിച്ചു. കർഷക സമരവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ഉജ്വൽ ബുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച്
പഞ്ചാബ് സർക്കാരിന്റെ നിലപാടിനെ രൂക്ഷമായാണ് വിമർശിച്ചത്. പഞ്ചാബ് സർക്കാരിന്റെ മനോഭാവം അനുരഞ്ജനത്തിന് വിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കി. നിരാഹാര സമരം നടത്തുന്ന ദല്ലേവാളിനോട് വൈദ്യസഹായം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് പഞ്ചാബ് സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചെങ്കിലും ദല്ലേവാളിന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതിലെ അതൃപ്തിയും കോടതി അറിയിച്ചു. കർഷകരുടെ ആവശ്യങ്ങളിൽ കേന്ദ്രം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്നും കോടതി ചോദിച്ചു. അതിനിടെ ഖനൌരി അതിർത്തിയിലെ കർഷകരുടെ സമരം ശക്തമായി തുടരുകയാണ്. ദല്ലേവാളിന്റെ നിരാഹാര സമരം 37 ദിവസം പിന്നിട്ടു. हम बिल्कुल अपने शरीर के ऊपर तकलीफ लेकर दूसरे को तकलीफ नहीं देता है। तो हमारे जगजीत सिंह डल्लेवाल जी ने हमारे को एक कहा है, मैं देश के किसानों की, मजदूरों की, आवाम की लड़ाई लड़ रहा हूँ। आज वो जिंदगी और मौत की लड़ाई लड़ते हुए शहादत की ओर बढ़ रहे हैं। आज 38वां दिन है, बहुत तबीयत खराब है। താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പ്, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ നിരാഹാര സമരം തുടരുമെന്നാണ് നിലപാട്. അതേസമയം ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റാനായി പോലീസ് നടപടി ഉണ്ടായാൽ അതിനെ നേരിടാനായി കൂടുതൽ കർഷകർ അതിർത്തിയിൽ എത്തുന്നുണ്ട്. മുള്ളുവേലി കെട്ടിയും ബാരിക്കേഡ് നിരത്തിയും ഒരു അതിർത്തി അടച്ചിട്ട് മാസം 11 പിന്നിട്ടു. കർഷകരുടെ സമരം മുന്നോട്ടേക്ക് നീങ്ങുകയാണെങ്കിൽ തടയാനായി നിലയുറപ്പിച്ചിട്ടുണ്ട് ഹരിയാന പോലീസ്. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഖനൌരിയിൽ നിന്ന് ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ, 24. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ BJP DYFI സംഘർഷം. BJP പ്രവർത്തകൻ ആനന്ദ് രാജിന്റെ വീടും കടയും ആക്രമിച്ചു. DYFI പ്രവർത്തകനായ മേലാറ്റിങ്ങൽ ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ടെമ്പോ ട്രാവലറിന് നേരെയും ആക്രമണമുണ്ടായി. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അജീഷ്, എപ്പോഴാണ് ഈ സംഭവം? നിലവിലെ സ്ഥിതി ശാന്തമായിട്ടുണ്ടോ? പ്രവിത, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ ആറ്റിങ്ങൽ ഭാഗത്ത് BJPയും CPM പ്രവർത്തകരും തമ്മിലുള്ള ഒരു തർക്കം തുടർന്നിരുന്നു. ഈ ആറ്റിങ്ങൽ ITയിലെ ABVP SFI സംഘർഷമാണ് തെരുവിലേക്ക് എത്തിയത്. അതിനുശേഷമാണത് BJP CPM ഏറ്റുമുട്ടലിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയാണ് BJP പ്രവർത്തകനായ ആനന്ദ് രാജിന്റെ വീടും അതേപോലെ തന്നെ കടയും അടിച്ചു തകർത്തത് ഒരു അക്രമി സംഘം. വീട്ടിലുണ്ടായിരുന്ന ആനന്ദ് രാജിന്റെ തലയ്ക്ക് കല്ലേറിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ പ്രതികാരമായിട്ടാണ് എന്നാണ് CPM പ്രവർത്തകർ പറയുന്നത്. അതായത് ഇന്ന് ശ്രീജിത്ത്, അതായത് മുൻ DYFI മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് കൂടിയാണ്, ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ടൂറിസ്റ്റ് ബസ് അക്രമികൾ അടിച്ചു തകർത്തു. പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ബസ് തകർത്തത്. എന്തായാലും ഈ BJP പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ CPMന്റെ കൗൺസിലർ അടക്കം 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. എന്തായാലും സ്ഥലത്ത് ഇപ്പോഴും സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രവിത, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് പുത്തുമലയിൽ മാലിന്യം തള്ളാനെത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു. പുത്തുമല ശ്മശാനത്തിന്റെ സമീപമാണ് 2 ലോറികൾ തടഞ്ഞത്. കക്കൂസ് മാലിന്യം എന്നാണ് നാട്ടുകാർ പറയുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ ലോറി എവിടെ നിന്നും വന്നതാണ്? ഈ മാലിന്യം എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല. 2 ലോറികൾ അസ്വാഭാവിക സാഹചര്യത്തിൽ ഈ ശ്മശാനത്തിന്റെ സമീപത്ത്, അതായത് ചുരമല ദുരന്തത്തിന് ശേഷം അവിടെ മൃതദേഹങ്ങളെല്ലാം തന്നെ സംസ്കരിച്ച ആ ശ്മശാനത്തിന്റെ ആ റോഡിലായി 2 വാഹനങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. നാട്ടുകാർ ഓടിക്കൂടി എന്താണെന്ന് നോക്കിയപ്പോൾ ആ ഘട്ടത്തിലാണ് 2 ടിപ്പർ ലോറികളാണ്. ആ ടിപ്പർ ലോറികളുടെ ടാങ്കുകളിലായി മാലിന്യം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ മാലിന്യം എന്ന് പറയുന്നത് കക്കൂസ് മാലിന്യം എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതേ തുടർന്ന് വാഹനം തടഞ്ഞു വെച്ചു. അവിടുത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അത് തട്ടാനുള്ള നീക്കമായിരുന്നു എന്നുള്ള തരത്തിലാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത്. എന്തായാലും ആ ഒരു ഘട്ടത്തിലാണ് നാട്ടുകാർ ഇടപെട്ടത്. നാട്ടുകാർ അവിടെ ഓടിക്കൂടുകയും അവർ ആ വാഹനത്തിന്റെ ഉണ്ടായിരുന്ന ഡ്രൈവർമാരെ അടക്കം തടഞ്ഞു വെക്കുകയും ചെയ്തു. ഇതിനുശേഷം പോലീസ് ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പോലീസ് വിശദാംശങ്ങൾ ശേഖരിച്ച് വരുന്നതേ ഉള്ളൂ. എവിടെ നിന്നാണ് ഇത് എത്തിച്ചത്, എവിടെയായിരുന്നു തട്ടാനുള്ള ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിവരങ്ങൾ ശേഖരിച്ച് വരുന്നതേയുള്ളൂ. എന്തായാലും മേപ്പാടിയിൽ നിന്ന് പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ചൂരൽമലയിലും ഉണ്ടക്കയിലും ഉൾപ്പെടെയുള്ള ആളുകളും അവരെല്ലാം തന്നെ ആ പ്രദേശത്തുള്ള മേപ്പാടി ഭാഗത്തൊക്കെ താമസിക്കുന്ന ആളുകളെല്ലാം തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർ ഇപ്പോൾ നിലവിൽ ഈ ടിപ്പർ ലോറി ഡ്രൈവർമാരെ അവരുമായി സംസാരിക്കുകയാണ് പോലീസ് സംഘം. വയനാട് പുത്തുമലയിൽ മാലിന്യം തള്ളാനെത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു. വിവരങ്ങളാണ് സുർജിത്ത് അയ്യപ്പത്ത് നൽകിയത്. നെഞ്ചുവേദനയെ തുടർന്ന് SI മരിച്ചു. കൊച്ചി പാലാരിവട്ടം സ്റ്റേഷനിൽ ഗ്രേഡ് SI ഷാജിയാണ് മരിച്ചത്. വീട്ടിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാളെ തുടങ്ങുന്ന സിഡ്നി ടെസ്റ്റിൽ നിന്ന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പിന്മാറി. മോശം ഫോമിനെ തുടർന്നാണ് രോഹിത്തിന്റെ തീരുമാനമെന്നാണ് റിപ്പോർട്ട്. ജസ്പ്രീത് ബുംറ ടീമിനെ നയിക്കും. ബാറ്റർ എന്ന നിലയിലും നായകനെന്ന നിലയിലും പരാജിതനായ രോഹിത് ശർമ്മ വിമർശനങ്ങൾ ഉൾക്കൊണ്ട സിഡ്നി ടെസ്റ്റിൽ നിന്ന് സ്വയം പിന്മാറി.
ആരാധകരോഷത്തിനൊപ്പം ഡ്രസ്സിംഗ് റൂമിലെ പൊട്ടിത്തെറികളും രോഹിത്തിന്റെ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് വിവരം. സ്വന്തം നാട്ടിൽ ചരിത്രത്തിലാദ്യമായി ന്യൂസിലാൻഡിനെതിരെ സമ്പൂർണ്ണ തോൽവി വഴങ്ങിയ ടീം ഇന്ത്യ ബോർഡർ ഗാവാസ്കർ പരമ്പരയിൽ 1-2 പിന്നിലാണ്. രോഹിത് നയിച്ച 2 കളികളിലായിരുന്നു ടീമിന്റെ തോൽവി. ബാറ്റർ എന്ന നിലയിലാണ് രോഹിത് കൂടുതൽ നിരാശപ്പെടുത്തിയത്. 5 ഇന്നിംഗ്സിൽ 6.2 ശരാശരിയിൽ നേടാനായത് വെറും 31 റൺസ്. രോഹിത്തിന് പകരം ജസ്പ്രീത് ബുംറ ടീമിനെ നയിക്കും. രോഹിത് വിട്ടുനിന്ന പെർത്ത് ടെസ്റ്റിൽ ബുംറയ്ക്ക് കീഴിൽ ഇന്ത്യ ജയിച്ചിരുന്നു. ശുഭ്മാൻ ഗിൽ രോഹിത്തിന് പകരം ആദ്യ 11-ൽ എത്തുമെന്നാണ് വിവരം. ആകാശ് ദീപിന് പകരം പേസ് നിരയിലേക്ക് പ്രസീദ് കൃഷ്ണ ടീമിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ബോർഡർ ഗാവാസ്കർ ട്രോഫി നിലനിർത്താനും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സാധ്യത കാക്കാനും ഇന്ത്യക്ക് സിഡ്നി ടെസ്റ്റിൽ ജയം അനിവാര്യമാണ്. സ്പോർട്സ് ഡെസ്ക് 24. റൗണ്ട് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.